നമ്മളിതിന് മുന്നേ പോയപ്പം ഒരു മാംഗോ മിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു റിസോർട്ട് ഉണ്ടായിരുന്നു. അവിടെ പോയപ്പം ഇതായിരുന്നു എടുത്ത്. അതൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതാ നേച്ചർ ക്യാബിൻ. ഇങ്ങനെ സ്റ്റെപ്സ് ഒക്കെ കയറി പോകണം. ഇല്ല ദിസ് ഇസ് ഗുഡ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല രസമുണ്ട് കാണാൻ. എനിക്കിഷ്ടം. കയറണ ഇവിടെയാണ് നമ്മുടെ കബേർഡ്. താഴത്തെ സ്പേസ് ഉണ്ട്, ലോക്കറ്, പിന്നെ ചെറിയൊരു കുട്ടി ഫ്രിഡ്ജ് ഉണ്ട്. ഇതാണ് നമ്മുടെ ബെഡ് സ്പേസ്. കൊള്ളാല്ലേ? ഇതാണ് നമ്മുടെ ബാൽക്കണി. തുറക്കാൻ പറ്റില്ല. മേലോട്ടൊക്കെയാണ് കേട്ടോ. നല്ല ലൈറ്റൊക്കെ ഉണ്ട്. ഇതാണ് വാഷ്റൂം. അപ്പം ഞങ്ങൾ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ബൈ. അപ്പോൾ കാണാം, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമ്മൾ ചായ വയ്ക്കാൻ പോവാണ്. സ്പേഷ്യസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക്.
എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. മിസ്റ്ററാ ചാട്ട്. ഇതിവരുടെ ഇതായിരുന്നു ബോണ്ടതായിരുന്നു. ബോണ്ട കേട്ടോ, നമ്മളെ നാട്ടിലെ ബോണ്ട വേറെ തന്നെയാണ്. കൊള്ളാം. വേണ്ട, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഒന്നോട്ട് ഇത് കൊള്ളാട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മള് പൊക്കോട ഒക്കെ അല്ലേ നാട്ടുവിടുന്ന അതുപോലെ ഉണ്ടാവും ആ ടേസ്റ്റും പൊക്കോടിൻ്റെ ടേസ്റ്റും. നമുക്ക് പോകണ്ടെന്നൊരു മസാല അടിക്കുള്ളൂ. ഇത് അങ്ങനെ ഉണ്ടാവും. ഡ്രസ്സ് പോലെ തന്നെ ലക്ഷ്മി. One eternity later. നമ്മളിപ്പം ലേക്ക് സൈഡിലേക്കാട്ടോ പോകുന്നത്. ഇത് നല്ലൊരു ഏരിയ കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫുൾ പച്ചപ്പൊക്കെയാണ്. ലേക്ക് സൈഡ് തന്നെയാണ്. കാണിക്കാം.
പക്ഷേ ഇവിടെ നല്ല ഫോട്ടോയും കിട്ടും കേട്ടോ, നല്ല വെളിച്ചം. സൺ കിസ്ഡ്. കണ്ണ് തുറക്കാൻ പറ്റില്ല. ക്ഷീണിച്ച് നടന്നിട്ട്. നല്ല ചൂടാണേ. ക്ലൈമറ്റിനൊരു പ്രശ്നമുണ്ട്. കുറച്ചുകൂടെ തണുപ്പുള്ള സമയത്ത് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നല്ലോണം വിയർക്കുന്നുണ്ട്, ഭയങ്കര ചൂട്. ഈ ചിലപ്പോൾ പറയാൻ പറ്റില്ല ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണോ. നല്ലൊരു ഏരിയ കാണിക്കാം. നമ്മൾ പൂളിലേക്ക് ഇറങ്ങാൻ പോവാണ്. നമ്മുടെ പൂളിലാണ് നല്ലൊരു മൊത്തം ഫുൾ ഫാമിലിയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഡിന്നർ അല്ലേ? പറ. ഭയങ്കര തിരക്കായിരുന്നു, അതാണ് അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. അപ്പോൾ ഫുഡിന് എന്തൊക്കെയാണുള്ളത് നോക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ട്, ഇത് 65 അല്ലേ? 65. പിന്നെ നാനുണ്ട്,
പിന്നെ കുറേ ചിന്തയ്ക്ക് ചിക്കൻ കറി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സൂപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. കുഴപ്പമില്ല, സൂപ്പ് കുഴപ്പമില്ല. ഇതിൽ കോണൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെന്താ? ചിക്കൻ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്. തിരിച്ച് കയറാൻ പോവാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് നടന്നു. പക്ഷേ ഇപ്പോഴും കുറച്ചൊരു ചൂടുണ്ട് കേട്ടോ. സോ നമ്മൾ തിരിച്ച് കയറാൻ പോവാണ്. ഈ TCL എന്ന് പറഞ്ഞിട്ടുള്ളൊരു TV അത്. അപ്പം ഞങ്ങളൊരു മൂവി പെൻഡ്രൈവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് കണക്റ്റ് ആവുന്നില്ല. ഇവിടെയാണെങ്കിൽ കുറച്ച് റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഏത് മൂവി കാണാൻ പോകുന്ന? പ്രൊണൗൺസിയേഷൻ കറക്റ്റ് എനിക്ക് പറഞ്ഞൂടാ. അസിയാണോ ആസിയാണോ എന്നറിയില്ല. പിന്നെന്താ പറയാ, കുഴപ്പമൊന്നുമില്ല. അപ്പം അതാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങും. ബൈ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ഏകദേശം രാവിലെ ഒരു 6:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോർണിംഗ് ആണ് ഇവിടെ. ഇന്ന് നമ്മൾ ഒരു 11:30 ഒക്കെ ആകുമ്പം ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യും. അപ്പം നമുക്ക് രാവിലെ തന്നെ ഒരു ചായ കുടിക്കാം. അപ്പോൾ ശ്രീ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. കറക്റ്റ് പ്ലേസ് എവിടെയാണ് ഈ റിസോർട്ടിൻ്റെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് വൈറ്റ് ഫീൽഡാണ്. സോ അവിടെ നിന്നൊരു 1.5 hours അടുത്തുണ്ട് ഇങ്ങോട്ട്. പനർക്കട്ട എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അവിടെ ഏരിയ 83 എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ്. അപ്പോൾ നമ്മളൊരു ആനിവേഴ്സറി സ്പെഷ്യലായിട്ടാണ് വന്നത്. കാരണം നമുക്ക് വർക്കിംഗ് ഡേയ്സിലാണ് വരുന്നത് ആനിവേഴ്സറി. പക്ഷേ വർക്കിംഗ് ഡേയ്സിൽ ഞങ്ങൾക്ക് 2 പേർക്കും ലീവില്ലാത്തതിനെ കൊണ്ട് അത് നമ്മൾ കുറച്ച് മുന്നേ ആക്കി ആ ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ. അപ്പം നല്ല സ്റ്റേ ആയിരുന്നു. റൂമാണെങ്കിലും ഇവിടുത്തെ ഫുഡാണെങ്കിലും എല്ലാം നല്ലായിരുന്നു. ഫുഡ് ഒന്നും പറയാനില്ല. എന്നാൽ രാത്രി ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ഫുഡായിരുന്നു. ഒരുപാട് സാധനങ്ങൾ അങ്ങനെയല്ല, പക്ഷേ ഐറ്റംസ് കുറച്ചാണെങ്കിലും എല്ലാം ഉള്ളത് നല്ലതായിരുന്നു. എല്ലാം ഒന്നിനൊന്നും മെച്ചമെന്ന് പറയില്ല, അതുപോലെ നല്ലതായിരുന്നു. ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്നൊക്കെ ഞാനപ്പോൾ കാണിക്കാം.
അപ്പോൾ നമ്മളിനിയിപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച്, ചായയല്ല കോഫി കുടിച്ച് കുറച്ച് നേരം സംസാരിച്ച് ചിലപ്പോൾ ഒരു വാക്കിന് പോകുമായിരിക്കും. അതിന് ശേഷം 9 മണിക്കാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. അങ്ങനെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതൊരു എന്താ പറയുക, ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. നമ്മളൊരു ചെറിയ മോർണിംഗ് വാക്കിന് ഇറങ്ങുകയാണ്. ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഞാൻ കാണിക്കാം കേട്ടോ വ്യൂ. കണ്ടോ, ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഉണ്ട്. നല്ല ഇങ്ങനെ പക്ഷികളുടെ സൗണ്ടൊക്കെ ആയിട്ട്. അതുപോലെ എയർ ആണെങ്കിലും ഭയങ്കര പ്യുവറാണ്, ഭയങ്കര സൈലൻസ്, നല്ല രസമുണ്ട്. അതിൻ്റെ ഇടയിൽ നെയ്ച്ചോറൊക്കെ എല്ലാവരും ഉറങ്ങുമായിരിക്കും. അപ്പം നമ്മൾ വീണ്ടും ലേക്കിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. കാരണം ഇന്നലെ ഭയങ്കര വെയിലായിരുന്നു. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പം നമ്മൾ നേരെ പോകുന്ന ലേക്കിൻ്റെ അടുത്തേക്കാണ്. അത് ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇന്നലെ ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഈ ആക്ടിവിറ്റിയൊക്കെ നടക്കുന്ന ഏരിയയിൽ ഊഞ്ഞാലുണ്ട്. അപ്പോൾ ഇന്നലെ പിള്ളേരൊക്കെ ആയിട്ട് അവരിങ്ങനെ ക്യൂ ആയിരുന്നു ഊഞ്ഞാലാടാൻ. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് എന്ത് ചെയ്യണം, ഊഞ്ഞാലാടാൻ പറ്റുമെന്ന്. ആരും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് പോയേക്കാം. നോക്കി, നല്ല രസമുള്ള സ്ഥലമാണ്. കണ്ടോ, കണ്ടു. ഇത് ബാമ്പു അല്ലേ അല്ലേ? കുറേ കിളികളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. സൗണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരു സമാധാനം. അല്ലെങ്കിൽ ഡെയിലി കൺസ്ട്രക്ഷൻ്റെ സൗണ്ടാണ്. നമ്മളെ ഫ്ലാറ്റിൻ്റെ തൊട്ട് ബാക്കി തന്നെ, അതായത് ബാൽക്കണി സൈഡിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് ഈ സൗണ്ട്
കേട്ടിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നുക. ഈ സൗണ്ടൊക്കെ ഞങ്ങൾക്ക് കിട്ടാറെന്ന് പറഞ്ഞാൽ കണ്ണൂർ പോണ സമയത്ത് മാത്രമാണ്. അപ്പോൾ നമ്മൾ ലേക്കിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നോക്കിയാൽ കുറച്ച് ലേക്ക് കാണാം. ഇവർ ഈ പാത്തൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നല്ലതുണ്ടേ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇന്നലെ പോയ ആ ഒരു പ്ലേസിലേക്ക് തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഊഞ്ഞാലാവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നലെ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. ഇത് മറ്റേ ആക്ടിവിറ്റി ഏരിയ അല്ലേ, അതാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഇപ്പം തന്നെ ആൾക്കാർ, ഇവിടുത്തെ സ്റ്റാഫൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ തുടങ്ങി കേട്ടോ. ഇതാണ് ആക്ടിവിറ്റി ഏരിയ. അവിടെയൊക്കെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടല്ലേ. ഓക്കെ, പാറയൊക്കെ പൊട്ടിക്കുന്ന വേറെ ആയിരിക്കും. നമ്മൾ ഊഞ്ഞാലിലെത്തിയിരിക്കുകയാണ്. ഞാൻ എന്താ ഇല്ല. മരത്തിൻ്റെതല്ല. കുറെ കാലമായിട്ട് ഊഞ്ഞാലാടിയിട്ട് അതേ സെയിം സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ട് അല്ലേ. പിന്നെ മാത്രമല്ല നല്ല തണുപ്പുണ്ട് ഇവിടെ, നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ ആ ലേക്കിനെ ഫുൾ വ്യൂ കാണിക്കാം കേട്ടോ. ഇതാണ് നല്ല പച്ചപ്പൊക്കെ ആയിട്ട്. ഇതാണ് ലേക്ക്, കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. എന്തൊരു ബ്യൂട്ടിഫുൾ അല്ലേ. അപ്പം നമ്മളിപ്പം ലേക്കിൻ്റെ ഒരു സെൻറ്ററിലേക്ക് ഒരു എൻട്രി ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അവിടേക്ക് പോവുകയാണ്. ഇതാ കണ്ടോ, അങ്ങോട്ട് നടക്കുകയാണ് നമ്മൾ. പോയി നോക്കാം. കണ്ടോ, നല്ല കാറ്റുണ്ട് ഇവിടെ.
നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ ഉള്ളത് പൂരിയുണ്ട്, പിന്നെ പാൻ കേക്ക്, പിന്നെ ഇതിൻ്റെ പേരെന്താ, ഓക്കെ ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, പൂരിയുണ്ട്, പാൻ കേക്ക്, കേസരി, പിന്നെ ഇത് പോഹ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമില്ലേ, പോഹ, അത്. ഇത് ചട്നിയാണ്, പിന്നെ ഒരു കേക്ക് എടുത്തു ഞാൻ. ഇത്രയാണ് ഞാൻ എടുത്തത്. ഇത് അവർ ഇതെനിക്ക് തോന്നുന്നു ബാജി പോലെ എന്തോ സംഭവമാണ്, പേര് കറക്റ്റ് എനിക്കറിയില്ല. അങ്ങനെ ശ്രീയുടെ വീട്ടിലാണെങ്കിൽ ഏകദേശം കഴിഞ്ഞു. അതിലുള്ളത് ബുൾസൈ അല്ല, ബോയിൽഡ് എഗ്ഗ്, പിന്നെ വടയും, അതാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് കാണാം കേട്ടോ. അപ്പം നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ്. നല്ലൊരു സ്റ്റേ ആയിരുന്നു. എടുക്കാൻ മറന്നു, ഞാൻ എപ്പോഴും മറന്നു സാറിന് അത്. ഓക്കെ, പോവാം. ക്ലീൻ ചെയ്യാമോ? അപ്പം നമ്മൾ വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. കുറച്ച് സമയം കൂടി ഉള്ളു ഇവിടെ. നമ്മൾ ക്യാബിന് വെയിറ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ പോവുകയാണ്. നല്ലൊരു വീക്കെൻഡ് ആയിരുന്നല്ലേ? അപ്പം ഇനി നേരെ ഫ്ലാറ്റിലേക്ക് ചിരിക്കല്ലേ, ഇനി നേരെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു യാത്രയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വ്ളോഗ് ചെയ്യുന്നതാണ്, അല്ലേ? അതെ, സപ്പോർട്ട് ചെയ്യുക. ബൈ.